സ്വാഗതം 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 സഖാക്കളെ, സ്വാഗതം 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 സഖാക്കളെ. പുതുയുഗ പുലരിൻ പിറവിയിലെന്നും ചിങ്കതിരണിയട്ടെ, രണാങ്കണത്തിൽ ഉയർന്ന ചെങ്കൊടി വാനിൽ പടരട്ടെ. രണാങ്കണത്തിൽ ഉയർന്ന ചെങ്കൊടി വാനിൽ പടരട്ടെ. വിപ്ലവങ്ങളിൽ മുളച്ചു വളരും പൂമരച്ചില്ലകളിൽ ഒത്തുചേർന്നു നമ്മളിന്നു ശക്തരായി മാറണം. വിപ്ലവങ്ങളിൽ മുളച്ചു വളരും പൂമരച്ചില്ലകളിൽ ഒത്തുചേർന്നു നമ്മളിന്നു ശക്തരായി മാറണം. സ്വാഗതം 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 സഖാക്കളെ, സ്വാഗതം 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 സഖാക്കളെ. പുതുയുഗ പുലരിൻ പിറവിയിലെന്നും ചെങ്കതിരണിയട്ടെ, രണാങ്കണത്തിൽ ഉയർന്ന ചെങ്കൊടി വാനിൽ പടരട്ടെ. ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. ആൾക്കാരെയൊക്കെ സംഘടിപ്പിക്കാൻ കേളി തന്നെ വേണം. വെറുതെ അല്ല പറയുന്നത്, പ്രവാസിയൊക്കെ താങ്ങും തണലുവാന്ന് കേളിയെന്ന്. നിങ്ങൾക്കറിയാം, കുറച്ചുകൊല്ലം മുമ്പില്ലേ ഒരു ദിവസം രാത്രി എന്തല്ലോ ഒച്ചപ്പാട് കേട്ടിട്ട് ഞാൻ റൂം തുറന്നു നോക്കിയതാണ്. നോക്കുമ്പോഴോ തൊട്ടടുത്ത റൂമിൽ ഒരു പുതിയ വന്ന ചക്കൻ എൻ്റെ കയ്യിൽ മരിച്ചു കിടക്കുക. ഞാൻ അപ്പൊ തന്നെ നമ്മള് ജയപ്രകാശിനെ വിളിച്ച്, ഫോൺ എടുത്തിട്ടില്ല. നമ്മളെ സുരേഷ് കണ്ണടത്തിനെയും വിളിച്ച്, ഫോൺ എടുത്തിട്ടില്ല. എഴുന്നാ എടുക്കണ്ട സമയം രാത്രി 2 മണിയാണ്. പിന്നില്ലേ അവര് തന്നെ എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഒരു 6 മണിയാകുമ്പോൾ അവര് വന്നിട്ട് പിന്നെ ആ ചെക്കൻ്റെ കുടുംബക്കാരനെ വീട്ടിലെല്ലാം വിളിച്ച് അന്വേഷിച്ചു. അതുപോലെ തന്നെ നമ്മളെ കമ്പനിയുമായി ബന്ധപ്പെട്ടിട്ടില്ലേ എല്ലാ കാര്യങ്ങളും 3 ദിവസം കൊണ്ട് ആ ബോഡി കയറ്റി. പിറ്റേന്ന് നമ്മളെ മുതിർ ചോദിക്കുക, എടോ നിങ്ങൾക്ക് ഇതെല്ലാ സാധിക്കുന്നു. അതൊക്കെ പോട്ടെ, ഈ കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് നമ്മളെ നിസാര മണ്ണഞ്ചേരി വിളിക്കുന്നു ഒരു ഉച്ച സമയത്ത്. നമ്മളെ കമ്പനിയിലുള്ള ഒരു ബംഗാളിക്ക് ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് രക്തം വേണമെന്ന്. ഉച്ച സമയത്ത് നമുക്ക് എവിടെയെങ്കിലും പോവാൻ പറ്റുക. പിന്നെ നമ്മളെ കേളി ജീവകാരണത്തെല്ലാം ബന്ധപ്പെട്ടിട്ടില്ലേ, എവിടെയല്ലോ ഉള്ള നമ്മളെ കേളി സഹാക്കള് വന്നിട്ടാണ് ആ ബംഗാളിയൊക്കെ ചോര കൊടുത്ത് സഹായിച്ചത്. ഇതാണ് മോനെ കേളി. പ്രവാസ ലോകത്ത് മാത്രമല്ല, വീണു പോകുമ്പോഴെല്ലാം പിറന്ന നാടിന് കേളി കൈത്താങ്ങായി മാറിയിട്ടുണ്ട്. സുനാമി ദുരന്തം മുതൽ ലോകത്ത് പിറപ്പിച്ച കോവിഡ് മഹാമാരി വരെ ആയിരക്കണക്കിന് വാക്സിനുകളും നാടിനൊടുക്കി 2 പ്രളയങ്ങളിൽ 1/2 കോടിയിലേറെ രൂപയും കേളി നൽകുകയുണ്ടായി. ഹൃദയപൂർവ്വം കേളി എന്ന പദ്ധതി ഇന്നും നടത്തി വരുന്നുണ്ട്. വയനാട് സംഭവിച്ച സമാനങ്ങളില്ലാത്ത പ്രകൃതി ദുരന്തത്തിന് കേളി 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു നൽകി. ദുരന്ത വ്യാപ്തി മനസ്സിലാക്കിയ കേളി 1 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകി ലോകത്തെ മറ്റ് പ്രവാസി സംഘടനകൾക്ക് മാതൃകയും വഴികാട്ടിയുമായി. കേളിയുടെ ഓരോ സാധാരണ പ്രവർത്തകരെന്നും സ്വരൂപിച്ചു നൽകുന്ന തുകയാണിത്. അന്യജീവനം ഒതുങ്ങി സ്വജീവിതം ധന്യമാക്കുകയാണ് കേളി പ്രവർത്തകർ. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, ഏതെങ്കിലും ഒരു ചരിത്രകാരൻ കേളിയുടെ ചരിത്രമായി സൗദിയുടെ ചരിത്രം എഴുതിയാൽ കേളി അടയാളപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. 24 വയസ്സ് പൂർത്തിയാക്കിയ കേളിക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. അപ്പൊ ആശാനെ, ഇത്രയും വലിയ സംഘടന മുമ്പിൽ പരിപാടി അറിയിക്കുന്നുണ്ടല്ലോ, ഈ ലാട്ട് കൂടുതൽ കഥയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല കേട്ടാ. ഓ, അതൊക്കെ എനിക്കറിയാടോ. ശരി, എന്നാ പിന്നെ നമുക്ക് തുടങ്ങല്ലേ? എന്നാ എല്ലടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ആ കുരിപ്പോട്ടും ശരിയാണല്ലോ, കുറച്ചു നേരത്തെ കൂടി ഉണ്ടായിരുന്നല്ലോ. എല്ലാം മയക്കാഴ്ചകൾ വരുന്നുണ്ട്.
ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഓഫീസിലെ കാര്യം ചോദിക്കുക, വീട്ടിൽ നിന്ന് വരുമ്പോൾ വീട്ടിലെ കാര്യം ചോദിക്കുക, കക്കോച്ചിന് വരുമ്പോൾ കക്കോച്ചിന്റെ കാര്യം ചോദിക്കാം. നീ വെറുതെ അല്ലടാ അടക്കടേ കക്കൂസ് പോകുന്നത്. നമ്മളെ നാസർത്താക്ക് അവന്റെ മോളെ മംഗലത്തിന് പോയി ഒറ്റ ഇരിപ്പിന് മണമളാന്ന് 3 ബിരിയാണി തട്ടി പോകുന്നല്ലടാ നീ. ആയിക്കോട്ടെ, അല്ലടാ ഇന്ന് 100 മംഗലം വിളിച്ചിനാ. എന്നെന്തിനാണ് ഓറ് കല്യാണം വെക്കുന്നത്? ഓറ് ഫേസ്ബുക്കിൽ സേവ് ചെയ്തിട്ടില്ലേ? ഞാൻ ആ ഡേറ്റ് സേവ് ആക്കി ഞാൻ പോയി എല്ലാം. പിന്നെ അതുകൊണ്ട് ഈ എന്തിനാണ് അവിടെ പോയി? നിന്നെ ഓറ് കല്യാണം വിളിച്ചില്ല. ആര് ഞാനൊന്നും പോയിട്ടില്ല. നീ വെറുതെ വേണ്ടാന്ന് പറയല്ലേ. ആടെ വന്ന പിള്ളന്മാർ ഫോട്ടോ എടുത്തേ കുമ്പടി റാവി ചിക്കൻ കാരി കടിച്ചു പിടിച്ച് നിൽക്കുന്ന പോലത്തെ നിന്റെ ഒരു ഫോട്ടോ കണ്ടിനല്ലടാ ഞാന്. നീ വെറുതെ വേണ്ടാന്ന് പറയല്ലേ. എന്റെ ചോര തിളച്ചു വരുന്നുണ്ട് കേട്ടോ. അയ്യടാ, നിന്റെ ചോര നടക്കുന്നുണ്ടാ. എന്നാലേ നമ്മ പോലെ നൂജം പാട്ട് പിടിച്ചാലോ? പിള്ളേരെല്ലാം ഇരിക്കുന്നല്ലേ, കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കും സോഡ സർബത്ത് എല്ലുമിനാറ്റി എല്ലുമിനാറ്റി എല്ലുമിനാറ്റി. ആശാനെ ഓരോട് മിണ്ടാടക്കാൻ പറഞ്ഞോട്ടെ. അവന്റെ ബേഗെടുത്ത് കേടില്ലല്ലോ. ബേഗിടാ ഞാനാ? ഇവന്റെ ബേഗിടിക്കൊക്കെ കേൾക്കണം. ഇവന്റെ വീട്ടിൽ ഒരു ഹിന്ദിക്കാരൻ കമ്പിളി വെക്കാൻ വന്നു. കമ്പിളിക്കാരൻ 500 റുപ്യയുടെ. ഈ പൊട്ടനാണെങ്കിൽ ഹിന്ദി അറിയില്ല, ഹിന്ദിക്കാരനാണെങ്കിൽ മലയാളം അറിയില്ല. ഇവൻ ചോദിച്ച് എത്രയാ പൈസ? പൈസ എന്ന് കേട്ടപ്പോ ഹിന്ദിക്കാരന് സംഭവം മനസ്സിലായി. ഓൻ പറഞ്ഞ് 50 റുപ്യമായി. ഇവൻ പറയാൻ നേരം നിന്റെ വാച്ചാസും കീച്ചാസും നിങ്ങളെ നടക്കൂലേ, വേണമെങ്കിൽ ഒരു 100 റുപ്യ തരാം. എന്നിട്ട് 100 റുപ്യ എടുത്ത് കാണിച്ചു കൊടുത്ത്. ഈ 100 എന്ന് കണ്ടപ്പോ ഹിന്ദിക്കാരൻ വിചാരിച്ച് 2 കമ്പിളിക്കാണ് ഈ ബഹുടം ചോദിക്കുന്നത്. ഓൻ ചോദിച്ച് ദോ ചായേ പോയി. ഈ ദോ എന്നുള്ള ഈ 2 കണ്ടപ്പോ ഈ ബഹുടം വിചാരിച്ച് കമ്പിളിക്ക് 200 റുപ്യാണ്. ഇവൻ പറഞ്ഞ് ഉയ്യന്റെ മോനെ 200 ഒന്നും തരാങ്ങില്ല, വേണമെങ്കിൽ 100 എന്നാ പിടിച്ച 100 കൊടുത്ത് ആ കമ്പിളി കൊടുത്ത് പോകങ്ങ് പോയി. വെറും 500 റുപ്യന്റെ കമ്പിളി 100 റുപ്യ കൊടുത്തു വാങ്ങിയ ബഹുഡ്രൈവൻ. അതുകൊണ്ട് നീ മിണ്ടാണ്ടെന്നും അതായിക്ക് നല്ല. ഇല്ലെങ്കിൽ എൻ്റെ ഇത് നല്ലോണം കിട്ടുന്നില്ല കേട്ടില്ല. ആകെല്ലാം പോട്ടാചാരൻ നമ്മളിതേതാ കഥ പറയുന്നു. ഇന്ന് ഒരു സാധാരണക്കാരന്റെ കഥയല്ല, ഒരു ചരിത്ര പുരുഷനെ കുറിച്ചാണ് പറയുന്നത്. ചരിത്രം പറഞ്ഞാൽ അതെന്താണ് എന്റെ ചരിത്രം പറഞ്ഞാല്? നിന്റെ ചരിത്രം പറഞ്ഞാല് നിന്റെ ചരിത്രം വരെ പോകും കേട്ടാ. മതി മതി മതി, നിർത്ത് നിർത്ത്. ഇത് നിങ്ങൾക്ക് തല്ലുകൂടാനുള്ള സ്ഥലമല്ല. ഇന്ന് ഞാൻ ഈ രാജ്യത്തെ നമ്മ പോലുള്ള അതിസാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ ശ്രമിച്ച ഒരു വലിയ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. സഖാവ് സീതാറാം യെച്ചൂരി. നാട്ടിലെ തിളങ്ങി നിന്ന താരകം ഇന്ന് സമരഭൂമിയിൽ ചോര നൽകിയും ഇന്നു പടവരമ്പിലും അങ്ങ് നേത്രനിരയിലും കനൽ കൊടി കയ്യിലേന്തിയും മുന്നിൽ നിന്നവൻ യെച്ചൂരി സഖാവന്ന് കർഷകർക്ക് താങ്ങും തണലുമായി. പാവങ്ങൾക്കെല്ലാം സ്വജീവിതം തന്നെ ഒഴിച്ചു വെച്ചു. താരത്തിളക്കമുള്ള ചേലക്കും യെച്ചൂരി സഖാവന്ന് നാട്ടിലെ പാടെ മൂടും അഴിമതി അത്രയും നിർത്തലാക്കി. പ്രിയ സഖാവിൻ കഥ കേട്ട് നാടിൻ നന്മയ്ക്കായി മുന്നിൽ നയിക്കാൻ ഇറങ്ങ് ഇറങ്ങ് നമ്മൾ തളരാതെ കണ്ണിൽ കനലോടെ പാത്തി കരുത്തായി വളര് വളര്.
നമുക്കറിയാം, നമുക്കും താല്പര്യമുണ്ട്. പറയാ ആശാനെ. സീതാറാം യെച്ചൂരി മതനിരപേക്ഷ ഇന്ത്യയുടെ കാവലാണ്. CPM ജനറൽ സെക്രട്ടറിയും ഇന്ത്യൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നായകനും മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികൾക്ക് ആകെ പ്രിയങ്കരനുമായിരുന്നു അദ്ദേഹം. സഖാവിന്റെ ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ സാധാരണ അളവുകൾ പര്യാപ്തമല്ല. വിദ്യാർത്ഥി ജീവിതകാലം മുതൽ പൊതുരംഗത്ത് മായാമത്വം പതിപ്പിച്ച അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത് രാജ്യം നിർണായക ദശാസന്ധിയിൽ എത്തി നിൽക്കുമ്പോഴാണ്. ആശാനെ, നിങ്ങൾ ഓരോ ചെറുപ്പകാലത്തെ കുറിച്ചിട്ട് പറയപ്പാ. പറയാം. 1952 ചെന്നൈയിൽ തെലുങ്ക് ബ്രാഹ്മണ കുടുംബത്തിൽ സർവേശ്വര സോമയാഞ്ജലുവിന്റെയും കൽപ്പാക്കം യെച്ചൂരിയുടെയും മകനായി ജനിച്ചു. അദ്ദേഹത്തിന് 2 സഹോദരിമാർ, ഊർമിളയും ശ്രുതകീർത്തിയും. അല്ലടാ, എനിക്ക് ഈ ആശാൻ പറഞ്ഞ ചെന്നൈ ചെന്നൈ എന്ന് പറഞ്ഞാൽ തിരിഞ്ഞ എന്നാടാ എനിക്ക് തിരിയാണ്ട് നമ്മളെ പഴയ മദ്രാസി. അതന്നെ. അപ്പൊ ഞാൻ വിചാരിച്ച പോലെയല്ല, എനിക്ക് കുറച്ചൊക്കെ വിവരമുണ്ട്. അല്ല ആശാനെ, ഓറപ്പം പഠിച്ച് വളർന്നല്ലേ ചെന്നൈ തന്നെയാ? അല്ല, അദ്ദേഹത്തിന്റെ അച്ഛൻ കേന്ദ്ര ഗവൺമെന്റ് മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജോലി സ്ഥലം മാറുന്നതനുസരിച്ചിട്ട് വിദ്യാഭ്യാസവും പലയിടങ്ങളിലായിരുന്നു. സ്കൂൾ വിദ്യാഭ്യാസം ഹൈദരാബാദിലായിരുന്നു. ആശാനെ, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോണ്ടല്ലോ ഉച്ചക്കഞ്ഞി വരെ ഒരുത്തരുണ്ടാവും. പിന്നെ ഓനെ കാണാനേ കിട്ടൂല. ഓനക്ക് ഇപ്പോടിയാണോ എന്തോ. ആശാനെ, ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരുത്തനുണ്ടേനും. ഈ മീനുണ്ടല്ലോ, മീന്, ഈ മീനിനെ ശ്വാസം പൊട്ടിച്ച് കൊല്ലാൻ വേണ്ടി വെള്ളത്തിൽ മുക്കി പിടിക്കുന്ന ഒരുത്തൻ, ഒരു വീടൻ. ഓനൊക്കെ ഇപ്പോഴാണോ എന്തോ. ആശാനെ, ഓർ എത്രാം ക്ലാസ് വരെ ഹൈദരാബാദിൽ ഉണ്ടായിരുന്നത്? 10ാം ക്ലാസ് വരെ ഹൈദരാബാദിലും പിന്നീട് 11ാം ക്ലാസ് മുതൽ ബിരുദാനന്ദ ബിരുദം വരെ ഡൽഹിയിൽ. ഡൽഹി സെന്റ് സ്റ്റീഫൻ കോളേജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബിരുദവും ബിരുദാനന്ദ ബിരുദവും JNU. എടാ, നിനക്ക് JNU എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാം? നിനക്കറിയാം? ആശാനെ, ആ ചെക്കനൊന്ന് പറഞ്ഞു കൊടുത്താട്ടെ. അപ്പോ നിങ്ങൾക്ക് 2 പേർക്കും അറിയില്ല. ശരി, ഞാൻ പറഞ്ഞുതരാം. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ് JNU. ഒരുപാട് സമര പോരാളികൾക്ക് ജന്മം നൽകിയിട്ടുള്ള കലാലയമാണ് JNU. അല്ല ആശാനെ, നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലോ ഓരോ ബ്രാഹ്മണ കുടുംബത്തിലായിട്ടാ ജനിച്ചത്. ഈ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോ ഈ നമ്പൂരി അല്ലേ? നമ്പൂരി എന്ന് പറയുമ്പോ നമ്മളെ കണ്ണ നമ്പൂരിനെ പോലത്തെ നമ്പൂരിയാ? ഏത് കിടന്നമ്പൂരി? ആശാന് കണ്ടെന്നാ പൊന്നെ അറിയില്ല. എടാ, നമുക്ക് പറഞ്ഞു കൊടുക്കാടാ. നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് രാമ, ഒമ്പ്രാ. ആരാ അത് വഴി വരുന്നത്? അത് നമ്മുടെ പാടത്ത് പണിയെടുക്കുന്ന ചാത്തു ഒമ്പ്രാ. അശ്വത്ഥയല്ലോ, വഴിമാറി പോവാൻ പറയാ രാമ. ചാത്തോ, തമ്പ്രാൻ വരുന്ന കാണുന്നില്ലേ? വഴിമാറിപ്പോ, തമ്പ്രാൻ അശുദ്ധാവും. വഴിമാറിപ്പോ. ആ പോയി ഒമ്പ്രാ. രാമ, നോമിന് സന്തോഷായി. പിന്നാമ്പറത്ത് പോയി കല്യാണിയോട് ഒരു പഞ്ചാരിയുടെ ചായ വാങ്ങി കുടിച്ചോളൂ. ഒമ്പ്രാ. രാമ, വീണ്ടും ആരോ വരുന്നുണ്ടല്ലോ. അത് ആ ചാത്തുവിന്റെ മോള് അമ്മണിയാ, സുന്ദരി കോത. അമ്മണി, തമ്പ്രാൻ വരുന്ന കാണുന്നില്ലേ? വഴിമാറിപ്പോ. വിദിത്തം പറയാതെ അവളോട് നമ്മുടെ ചാരത്തൂടെ ഇങ്ങടെ പോവാൻ പറയാ. അദ്ദേഹം നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അല്ല ആശാനെ, ഇത്രയും സുഖസൗകര്യങ്ങളോട് ജനിച്ചിട്ട് പിന്നെ ഓറെങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയി? ശരി തന്നെ, ഓരെങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആയത്? കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 20ഓളം വർഷങ്ങൾ പിന്നിട്ടു. എന്നിട്ടും ഭഗവത് സിംഗ് വിഭാവനം ചെയ്തതുപോലെ നെഹ്റു വാഗ്ദാനം ചെയ്തപോലുള്ള ഒരു ഇന്ത്യ ഇതുവരെ ഉണ്ടായിട്ടില്ല. പാവപ്പെട്ടവരുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണ്ണമാകുന്നു. പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും വർദ്ധിക്കുന്നു. വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഉന്നത വിദ്യാഭ്യാസം നേടാൻ സാധിക്കുന്നുള്ളൂ. നമ്മുടെ രാജ്യത്തിന് എവിടെയാണ് പിഴച്ചത്?
എന്താണ് ഇതിനൊരു പരിഹാരം? ഇടതുപക്ഷ ആശയങ്ങളുടെ മാത്രമേ ഇതിന് പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഈ രാജ്യത്തെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്യുന്നു. പടകമായി തുടിച്ചുണർന്ന സമരമകരവേദിയായി കല്ലടിച്ച കൊടികളോടെ മനസ്സു തീ പിടിച്ചു നിന്ന മരുവിലുള്ള സൂര്യകോഷ്മയോ ഇത് മനുഷ്യഗാഥയല്ലേ, ഇത് മഹിത ഗീതമല്ലേ, ജനഭൂമിയിൽ നിറമാർന്നൊരു സ്മരണാഞ്ജലിയല്ലോ. ചടുല പടകിച്ചു പടകയിച്ചു പടകമായി തുടിച്ചുണർ കടലടിച്ച കുടികളോടെ മനസ്സു തീ പിടിച്ചു നിന്ന മരുവിലുള്ള സൂര്യകോഷ്മയോ കോളേജിൽ പഠിക്കുമ്പോഴേ ഇങ്ങനെയല്ല, ഓരോ പഠിക്കാനൊക്കെ മെടുക്കാനായിരിക്കാം. പഠിക്കുവാൻ മാത്രമല്ല, വിദ്യാർത്ഥികളെ സംഘടിപ്പിക്കാനും ജനാധിപത്യവൽക്കരിക്കാനും കെൽപ്പുള്ള ധീരനായ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ജയിലിൽ അദ്ദേഹം SFI അംഗമാവുകയും പൂർണ്ണമായും ഒരു രാഷ്ട്രീയക്കാരനായി മാറുകയും ചെയ്തു. പഠിക്കുക, പോരാടുക എന്ന സന്ദേശം SFIയിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകിയത് അദ്ദേഹമാണ്. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി, പിന്നീട് അഖിലേന്ത്യാ പ്രസിഡന്റുമായി. JNUവിൽ 3 വട്ടം പ്രസിഡന്റായ ഒരേ ഒരു നേതാവാണ് അദ്ദേഹം. അടിയന്തരാവസ്ഥ കാലം തിളച്ചു മറിഞ്ഞപ്പോൾ JNUവിനെ മുന്നിൽ നിർത്തി അതിന്റെ ഭാഗമായി ജയിൽവാസം വരെ അനുഷ്ഠിക്കേണ്ടി വന്നു. സീതാറാം JNU വിദ്യാർത്ഥികൾ നയിച്ചുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ വസതിയിലേക്ക് മാർച്ച് ചെയ്യുകയും ഇന്ദിരാഗാന്ധിക്കെതിരെയുള്ള കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസം തന്നെ ഇന്ദിരാഗാന്ധി JNU ചാൻസലർ സ്ഥാനം രാജിവെക്കുകയും ചെയ്തു. ഇന്ത്യയുടെ സർവാധിപതിയായിരുന്ന ഇന്ദിരാഗാന്ധിക്കെതിരെ അടിയന്തരാവസ്ഥ കാലത്ത് ഇത്തരത്തിൽ പ്രതിഷേധിക്കാനുള്ള സഖാവിന്റെ ധീരത വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ സുവർണ ലിപികളിൽ എഴുതി ചേർക്കേണ്ടതാണ്. പുസ്തകമേന്തി ചിന്തയിൽ അറിവ് നിറച്ചു ഞങ്ങൾ വരുന്നേ ഇന്ത്യ നയിക്കാൻ ചങ്ങിയുറപ്പും തൊട്ടും ചോരാതടിപതീരി നേരിനു വേണ്ടി മരിക്കണ നേരത്തും ഈ നാടിങ്ങനെ പാടുന്നുയർത്താൻ കവികളിൽ നിന്നും ഒരു വീരവിപ്ലവഗാഥ ഇന്ത്യ നയിക്കാൻ തോന്നവരെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇറങ്ങൂ ഈ കൊടി കാത്തു പിടിച്ചു സഖാവായി ഞങ്ങളുടെ കൂടെ ഇറങ്ങൂ. ആശാനെ, ഈ കോളേജ് കാലഘട്ടം എന്നൊക്കെ പറയുമ്പോ ഇപ്പോഴും ഒരു രോമാഞ്ചാണ്. നീ എന്തിനാണ് നോക്കുന്നേ? രോമാഞ്ചം വരാൻ വേണ്ടിട്ട് ഞാൻ രോമേടിയാ നോക്കുന്നത്. തോലാഞ്ചം അത് വയ്യടാ. ഞാനൊക്കെ അന്ന് ക്യാമ്പസിലൂടെ ഇങ്ങനെ നടക്കുമ്പോ പെൺപിള്ളേര് ബേക്കിന്ന് വിളിക്കും, ഇച്ചായ ഇച്ചായ. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോ പിള്ളേര് പറയും, സോറി ഏട്ടാ, കുഞ്ചാക്ക പോവനാന്ന് വിചാരിച്ചിട്ടാ വിളിച്ചത്. പിള്ളേരെ പറഞ്ഞ കാര്യമില്ലപ്പാ, അന്നൊക്കെ എന്നെ കാണാൻ കുഞ്ചാക്കവരെ പോലെ തന്നെ ഉണ്ടേനും. അതൊക്കെ നമ്മളന്നെ. ഞാൻ ക്യാമ്പസിൽ കൂടി ഇങ്ങനെ പോകുമ്പോണ്ടല്ലോ, പറയും നോക്കണേ ആ ഏട്ടനെ കാണാൻ മമ്മൂട്ടിയുടെ പോലെ
മമ്മൂട്ടി പോലും ഏരി തന്നെ മമ്മൂട്ടി തന്നെ ഏതൊരു മമ്മൂട്ടിയാന്നറിയാം ആ പുട്ടുറുമീസിലെ ഉള്ളടാ ചങ്ങായി എനിക്ക് 3ാം ക്ലാസ് പോയ നീ എങ്ങനെയാണ് കോളേജിൽ പോയ കാര്യം പറയുന്നത് അപ്പൊ നീ എങ്ങനെയാണ് ആ കോളേജിൽ പോയി അതുകൊടുത്ത് പറഞ്ഞാൽ മതി അത് പിന്നെ എല്ലാ ആശാനും ഇത്രയും പഠിച്ച ഓർക്ക് നല്ല ജോലിയെല്ലാം കിട്ടിയിട്ടുണ്ടാവുമല്ലേ അദ്ദേഹം ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധനാകുമായിരുന്നു. എന്നാൽ അദ്ദേഹം തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും പഠനകാലത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമാകുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഡൽഹി ഓഫീസിൽ BT രണദബെയുടെ സഹായിയായി. അവിടെ വെച്ച് BT രണദബെ, ബസവപുന്നയ്യ, സുന്ദരയ്യ, സുർജിത്, EMS എന്നീ സഖാക്കളുടെ മാർഗനിർദ്ദേശവും കരുതലും യെച്ചൂരിയിലെ രാഷ്ട്രീയ വ്യക്തിത്വം വളർത്തി. 32ാമത്തെ വയസ്സിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗമായി. പിന്നീട് കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി. 40ാമത്തെ വയസ്സിൽ പോളിറ്റ് ബ്യൂറോ അംഗവുമായി. 2015 മുതൽ മരണം വരെയും അദ്ദേഹമായിരുന്നു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി. എന്തെന്നാ ഇടക്കിടക്ക് അടിച്ചു കൊടുക്കുന്നത് ഈ പണ്ടായ കഥയെ കുടിക്കുക നിങ്ങൾ എവിടെയാ കുടിക്കുന്നത്? നിങ്ങളോട് ഞാൻ 4 പ്രാവശ്യം മനുഷ്യനെ എന്റെ കുപ്പ എടുത്തിട്ട് പോകാൻ പാടില്ല. കൊടുത്തൊരു ചുവന്ന കളിക്കൽ കുപ്പായോ നിങ്ങളോട് 4 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ട് പോകാൻ പാടില്ല. വെടിയുള്ളത് നിങ്ങൾ എവിടെയുള്ളത്? ഏത് കണ്ടീഷനിലുള്ളത്? നിങ്ങളിപ്പോ എന്റെ കൈ കിട്ടിയിട്ട് ഞാൻ ചോമ്പേറ്റ് പിടിച്ച് മൂടല്ലേ? ആ മര്യാദക്ക് പറഞ്ഞു എവിടെയുള്ളേ? നിങ്ങളെ വായന അപ്പോട്ടില്ല. നിങ്ങളത് വിടുന്നത് കുറെ സമയം ഞാൻ ഇവിടെ കാത്തിരുന്നാണ്. ഇങ്ങോട്ടല്ലേ വരുന്നത്? ബാക്കി വന്നിട്ട് പറയാട്ടാ. അയ്യാ ഇടിക്കുന്നുണ്ടായി ഒരു ഇടിയും മഴയെല്ലാം ഒന്നിച്ചു വന്നവരുണ്ടല്ലടാ. ചെവിയിലെ തിരിച്ചടിച്ചു പോയിന്ന് തോന്നുന്നു. അയ്യാ ഇങ്ങനെ ഓളപ്പൊരിച്ചിരിക്കാൻ ആശാന അറിയാം. ഇവന്റെ ഓള് തൊഴിലുറപ്പിന് പോയിട്ടാണ് ഇവൻ കഞ്ഞി കുറിച്ച് ജീവിക്കുന്നത്. അയ്യോ ജില്ലാ കളക്ടറോട് ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടാ. അല്ല ആശാനെ 2 മാസം മുന്നേ ഇവൻ ആശുപത്രി കിടന്നിന്. അതെന്തിനാ നിങ്ങൾക്കറിയാം? അതെന്തിനാണോ? ഇവന്റെ ഓള് ആ ടെറസിന്റെ മേലെ ഒരു കസേര ചവിട്ടി തായിട്ടിന്. ഒരു കസേര ചവിട്ടി തായിട്ടേ ഇവരെന്തിനാ ആശുപത്രി കിടന്നേ? ആ ചവിട്ടി തായിട്ട കസേരന്റെ മേലെ ഈ നായി ഇരിക്കുന്നുണ്ട്. എന്താടാ എനിക്കാദ്യം ചോര തിളക്കുന്നുണ്ട് തോന്നല്ല നിന്റെ വർത്താനം കേൾക്കുന്നു. എന്നാലേ ആ തിളച്ച് വരുന്ന ചോരതി ലീശ പഞ്ചാരി ലീശ ചായപ്പൊടി ഇട്ടിട്ട് ഒരു ചോര ചായ ആക്കിട്ട് നീ എന്നെ അങ്ങ് കുടിച്ചോ. എങ്ങനെയുണ്ട്? സൂപ്പർലാ. നിങ്ങൾ ഈ പറയുന്ന തൊഴിലുറപ്പ് പദ്ധതി നാടിന് സമ്മാനിച്ചത് മറ്റാരുമല്ല, അത് സീതാറാം യെച്ചൂരിയുടെ സംഭാവനയാണ്. തൊഴിലുറപ്പ് പദ്ധതി തൊഴിൽദാന പദ്ധതിയല്ല. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാനുള്ള പ്രതിരോധ ചട്ടയാണ്. പ്രതിസന്ധിയുടെ കൊടുമുടിയിലേക്ക് രാജ്യം പോകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ സംരക്ഷിച്ചു നിർത്താനുള്ള സുരക്ഷയാണെന്നാണ് അദ്ദേഹം പാർലമെന്റിൽ വിശദീകരിച്ചത്. അല്ല ആശാനെ, നമ്മളെന്നാലേ നമ്മൾ 2 കൂടിയിട്ട് ഈ തൊഴിലുറപ്പിനെ പറ്റി ഒരു പാട്ട് പാടാം. എന്നാ പാടിയാലോ? അതിന് മുമ്പ് ഞാൻ ഈ പാട്ട് എൻ്റെ ഓക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇല്ലെങ്കിൽ വൈകുന്നേരം വീട്ടിൽ കയറാൻ പറ്റില്ല. കേന്ദ്രം വാഴും താടി മാമ നിന്റെ കളിയൊന്നും കേരളത്തിൽ നടക്കൂല. കേന്ദ്രം വാഴും താടി മാമ നിന്റെ കളിയൊന്നും കേരളത്തിൽ നടക്കൂല. കൊടുവാളും മൺവെട്ടിയും കയ്യിലേന്തും ദേവൂട്ടിയെ പിള്ളേച്ചന്റെ പറമ്പിൽ ചെന്ന് പണി തുടങ്ങാം. അങ്ങനെ കൊടുവാളും മൺവെട്ടിയും കയ്യിലേന്തും ദേവൂട്ടിയെ പിള്ളേച്ചന്റെ പറമ്പിൽ ചെന്ന് പണി തുടങ്ങാം. അങ്ങനെ എന്നോടും പോകുന്നുണ്ട്, ഓനോടും പോകുന്നുണ്ട്. എല്ലാവർക്കും ഉറപ്പുള്ളതാണ് തൊഴിലുറപ്പ്. അങ്ങനെ എന്നോടും പോകുന്നുണ്ട്, ഓനോടും പോകുന്നുണ്ട്. എല്ലാവർക്കും ഉറപ്പുള്ളതാണ് തൊഴിലുറപ്പ്. അങ്ങനെ ഇത് കൂടാതെ ലോകത്തിനു മുന്നിൽ
ഇന്ത്യ മാതൃകയായിട്ടുള്ള 4 കാര്യങ്ങൾ പിന്നെയും കൂടി അദ്ദേഹത്തിന്റെ കയ്യൊപ്പുണ്ട്. അതൊന്നുമല്ല ആശാനെ. 1 വിവരാവകാശം, 2 വിദ്യാഭ്യാസത്തെ അവകാശമാക്കാനുള്ള നിയമം, 3 ഭക്ഷ്യസുരക്ഷാ നിയമം, 4 ഗോത്രവർഗക്കാർക്ക് അവരുടെ അവകാശം ഭൂമിയിൽ ഉറപ്പുവരുത്തുന്ന നിയമം. 1ാം UPA സർക്കാരിന്റെ കാലത്ത് ഈ 5 കാര്യങ്ങൾ തയ്യാറാക്കുകയും അത് പാർലമെന്റിൽ അവതരിപ്പിക്കുകയും ചെയ്തത് സീതാറാം യെച്ചൂരിയാണ്. അന്നത്തെ വകുപ്പ് മന്ത്രിക്ക് പോലും അതെന്താണെന്ന് വിവരിക്കാൻ സാധിച്ചിട്ടില്ല. അതൊക്കെ അവിടെ കേട്ടെ. നിനക്ക് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ബോണ്ടയാ? അതെന്ത് ബോണ്ടയപ്പാ? ഓ, ബോണ്ട അല്ലടോ, ഇലക്ട്രൽ ബോണ്ട്. ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട്. അഴിമതിയാ? അഴിമതി നടത്താൻ ആരാ പേടിയുള്ള? കുറെ ഉണ്ടല്ലോ, 2G 3G എന്നെല്ലാം പറഞ്ഞിട്ട്. ഇതൊരു സാധാരണ അഴിമതിയല്ല. ഇത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി എന്ന് മാത്രമല്ല, ഈ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഭീകരമായ അഴിമതിയാണ്. നമ്മളുടെ ജനങ്ങളുടെ ജീവിതം ഇല്ലാതാക്കാനും കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കാനും പ്രചരശേഷിയുള്ള ഒരു വൻ അഴിമതിയായിരുന്നു ഇലക്ട്രൽ ബോണ്ട്. ആശാനെ, നിങ്ങൾ എന്താ പറയുന്നത്? ഒരു കുഞ്ഞുങ്ങളൊക്കെ കൊന്നൊടുക്കാൻ വേണ്ടി ഒരു ഗവൺമെന്റ് കൂട്ടുന്നത് നിങ്ങൾ പറഞ്ഞ വേണ്ടെന്ന് പറയല്ലേ? അല്ല ആശാനെ, നിങ്ങൾ ഈ പറയുന്നൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ലേ? നമുക്ക് ആകെ അറിയുന്ന ബോണ്ടെന്ന് വെച്ചാൽ ആ ന്യൂസിലെ ഏരിയയിലെ ചേനാട ഹോട്ടലിൽ കിട്ടുന്ന ബോണ്ടേന്ന്. നിങ്ങൾ ഈ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞാപ്പാ. ശരി, പറഞ്ഞു തരാം. 2017 കള്ളപ്പണം തടയാൻ എന്നും പറഞ്ഞ് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പദ്ധതിയാണ് ഇലക്ട്രൽ ബോണ്ട്. ഒരു വ്യക്തിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകണമെങ്കിൽ SBIയുടെ ചില ശാഖകൾ വഴി ആ പാർട്ടിക്ക് നൽകാവുന്നതാണ്. എന്നാൽ എത്ര കൊടുത്തു എന്ന് വാങ്ങിയാൾക്കും കൊടുത്തയാൾക്കും മാത്രമേ അറിയൂ. കൂടാതെ SBI നിയന്ത്രിക്കുന്ന കേന്ദ്ര സർക്കാരിന് എല്ലാം അറിയാം. ഇതിലൂടെ മറ്റു പാർട്ടികൾക്ക് സംഭാവന ചെയ്ത വ്യക്തികളെ ഭീഷണിപ്പെടുത്തി തങ്ങളുടെ വരുതിയിലാക്കി തീർക്കുകയും ചെയ്യും. ഓ, അപ്പൊ അതാണല്ലേ ഈ ED വരും CD വരും എന്നെല്ലാം പറയുന്നത്? വെറുതെ അല്ല ആശാനെ, എന്തിനിങ്ങനെ പൈസ കൊടുക്കുന്നു? നിയമപരമല്ലാത്തതും ഭരണഘടനാ വിരുദ്ധവുമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് ഭരിക്കുന്ന പാർട്ടിക്ക് പണം നൽകുന്നതിലൂടെ സാധിച്ചെടുക്കാം. അതൊക്കെ മനസ്സിലായി ആശാനെ. പക്ഷെ ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാ മരിക്കുന്നത് അതൊക്കെ മനസ്സിലായിട്ടൊന്നും പറഞ്ഞാപ്പാ. ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അഴിമതി പണം സ്വീകരിച്ച് കേന്ദ്ര സർക്കാർ നിലവാരമില്ലാത്ത മരുന്ന് കമ്പനികൾക്ക് അംഗീകാരം നൽകി. ഇവരുടെ മരുന്നുകൾ കഴിച്ച് കൊറോണ കാലത്ത് നിരവധി ആളുകൾ മരണപ്പെട്ടു. ഇവരുടെ തന്നെ നിലവാരമില്ലാത്ത കപ്സിറപ്പ് കഴിച്ചിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുട്ടികളും മരണപ്പെട്ടത്. അപ്പൊ ആശാനെ, എല്ലാ പാർട്ടിക്കാരും ഇതുവഴി പൈസ വാങ്ങിന? ഇവിടെയാണ് നാം ഇടതുപക്ഷ പാർട്ടികളുടെ മഹത്വം മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷ പാർട്ടികൾ പണം വാങ്ങിയില്ലെന്ന് മാത്രമല്ല, യെച്ചൂരിയുടെ നേതൃത്വത്തിൽ സുപ്രീം കോടതി നിയമപോരാട്ടം നടത്തുകയും ഈ വൻ അഴിമതിയുടെ ഉള്ളുകളികൾ വിളിച്ചത് കൊണ്ടുവരികയും ചെയ്തു. സുപ്രീം കോടതി ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ഇലക്ട്രൽ ബോണ്ട് നിരോധിക്കുകയും ചെയ്തു. ഇതിനെതിരെ നിയമപോരാട്ടം നടത്തിയ യെച്ചൂരിയെയും അദ്ദേഹത്തിന്റെ പാർട്ടിയെയും സുപ്രീം കോടതി അഭിനന്ദിക്കുകയും ചെയ്തു. അറുത്തെടുത്തുയർത്തി ചെങ്കൊടി ചുവന്ന മണ്ണിൽ നിന്നുയർന്നിതായിതാ പുതുതാര വിപ്ലവസ്വരം. ജനനാടനം കരങ്ങളിൽ ചുടുനാടി തേരോടനം മറിവാളിന കൊയ്ത കതിരുകൾ പകരാതെ വീട്ടിലേക്കുയർത്തണം. അധികാരവീതിയിൽ ഉയർന്നു നിന്നിടും കോട്ടമതിലുകൾ തകർന്നു നിന്നുവാൻ വരുന്നവർക്കൊന്നും കടന്ന് സകലരായിരം പോരിനായി കൊടുമിരുട്ടിയെ വെളിച്ചമാക്കിടാൻ പതാകുയർച്ച കാഴ്ച വച്ചിടാൻ പിറന്ന നാടിനായി ചുടുചോര ചിന്തിടും ഉടലാകെ നാം പകർന്നു നൽകിടും. എതിർക്കഴങ്ങളിൽ കരങ്ങളേന്നുമായുധം പഠിച്ച മത്ത നമുക്കറുത്തു മാറ്റിടാം. കരങ്ങളിൽ ചുടുനാടി തേരോടണം
ഇടംബലം വരില്ല ചങ്ങല അറുത്തെടുത്തുയർത്തി ചെങ്കടി ചുവന്ന മണ്ണിൽ നിന്നുയർത്തി പുതുതാരവിപ്ലവസ്വരം കരകാടനം കരങ്ങളിൽ ചുടുനാടിയിൽ തേരോടനം നരിവാളിന കൊയ്ത കതിരുകൾ പതരാതെ മുന്നിലേക്കുയർത്തണം. സഖാവ് ശ്രീധരൻ യെച്ചൂരി നമ്മെ വിട്ടുപിരിഞ്ഞത് രാജ്യം നിർണായക ദശാസന്ധിയിൽ എത്തി നിൽക്കുമ്പോഴാണ്. ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരും ഇടതുപക്ഷ ചിന്താധികാരം ഒപ്പം ഇതര രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ ജനാധിപത്യ മതേതര വിശ്വാസികളെയും കടുത്ത ദുഃഖത്തിലാട്ടിയാണ് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞത്. വർഗീയതയ്ക്കും ജനാധിപത്യ ദംശനങ്ങൾക്കുമെതിരെ ചൂഷണരഹിത ലോകം കെട്ടിപ്പടുക്കാനുള്ള പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് സഖാവിന്റെ സമരജീവിതം ചിരസ്മരണയാക്കാനുള്ള മാർഗം. സഖാവിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ന്യൂസ് ഏരിയ ഇവിടെ നിന്ന് വിടുവാങ്ങുന്നു. പ്രിയ സഖാവിന് ലാൽ സലാം. ഇന്നീ കടലിൻ നാവുകൾ നിന്നവനാണ് ചരിത്ര പുരുഷ വീണ്ടും വരുമോ നിലച്ച ജീവിത സന്ധികളിൽ മതാന്ത വികൊലരണ പേരുകളിൽ പിടഞ്ഞു നീറും തെരുവുകളിൽ ഇന്ത്യ കടലിൻ നാവുകൾ നിന്നവനാണ്